സർക്കാർ അംഗീകരിച്ച മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സർക്കാർ അംഗീകരിച്ച മദ്യനയം നടപ്പാക്കാനുള്ള ചുമതലയും അവകാശവും ഗവൺമെൻറ്റിനുണ്ട്. അത് പലതവണ വ്യക്തമാക്കിയതാണ്. ഒറ്റ കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കേരളത്തിന് ലഭിക്കേണ്ട വരുമാനം, ഇവിടെ വരേണ്ട നിക്ഷേപം, ഇവിടെ ഉണ്ടാവേണ്ട തൊഴിലവസരം, ആ കാര്യം മുൻനിർത്തിയാണ് സർക്കാർ മദ്യനയം ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയെന്നില്ല. അപ്പോൾ ഇന്നലെ അവിടെ വന്ന ചിലർ നിക്ഷേപം നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൽ പുതിയ തൊഴിലവസരവും നിക്ഷേപവും വരണം. അതിനുള്ള ഒരു സാധ്യത എന്ന നിലയിലാണ് സർക്കാർ ഇതിനെ കാണുന്നത്. അത്രയേ ഉള്ളൂ. ഞാൻ ആളുകൾ പറയുന്നു ഓരോന്നിനും ബാലിശമായ ഓരോ ചോദ്യത്തിനും എന്നോട് മറുപടി വരേണ്ട കാര്യമില്ല, ഞാൻ മറുപടി വരേണ്ട കാര്യമില്ല. ശരി, LDFന്റെ മദ്യനയത്തിനെതിരായ കാര്യങ്ങളല്ലേ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. കാരണം ഘട്ടം ഘട്ടമായി മദ്യം ഒഴിവാക്കുക എന്ന മദ്യനയം വായിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അംഗീകരിച്ച LDF അംഗീകരിച്ച സർക്കാർ അംഗീകരിച്ച മദ്യനയമല്ലേ, ആ മദ്യനയത്തിന് പൂർണ്ണമായും അനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ്. AK ബ്രദേഴ്സ് കിണറിന്റെ പുറമെ വയ്ക്കുന്ന മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ, വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സബ്മെർസിബിൾ പമ്പ് സെറ്റുകൾ, കുഴൽ കിണറിൽ ഇറക്കി വയ്ക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ, കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ, ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ, മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ, പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ, വാട്ടർ മീറ്ററുകൾ, 3 ഫേസിലുള്ള വിവിധയിനം പമ്പ് സെറ്റുകൾ, ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം. വിവരങ്ങൾക്കായി AK ബ്രദേഴ്സ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. AK ബ്രദേഴ്സ്, ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇരിട്ടി. കോൺടാക്ട് 8589066222.